Hello everyone, welcome to channel Singapore. I am Yadukrishna. You UK OET എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ അതോ നിങ്ങൾ ഇനി യുകെയിൽ സീനിയർ കെയറേഴ്സ് ആയിട്ടോ നിങ്ങൾ യുകെയിൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ OET എഴുതാൻ പോകുന്നതെങ്കിൽ യുകെയിലാണ് നിങ്ങൾ OET എഴുതാൻ പോകുന്നതെങ്കിൽ ലിസണിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ എക്സാം സെന്ററിൽ പോയി പണി കിട്ടുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് സീനിയർ കെയറേഴ്സ് ആവട്ടെ ഹെൽത്ത് കെയർ ആവട്ടെ അവരുടെ അടുത്ത് ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ OET ലിസണിങ്ങിന്റെ പ്രാക്ടീസിന്റെ ഏകദേശം 90% ഓഫ് യുകെയിലുള്ള സെന്റേഴ്സിൽ OET സെന്റേഴ്സിൽ നിങ്ങൾക്ക് ലിസണിങ്ങിന് ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല ഓക്കെ അവിടെ സ്പീക്കേഴ്സിലായിരിക്കും കേൾപ്പിക്കുക മിക്കവാറുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്പീക്കേഴ്സിലോ അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയോ സിസ്റ്റത്തിലോ ആയിരിക്കും നിങ്ങളെ കേൾപ്പിക്കുക അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നിങ്ങൾ യുകെയിൽ വന്ന് നിങ്ങൾ അവിടെ നാട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റും കാര്യങ്ങളെല്ലാം വെച്ച് എക്സാമിന് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കൂടുതലുള്ള കുട്ടികൾ ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ എടുത്ത് പറയാൻ കാര്യം നമുക്ക് മെജോറിറ്റി വരുന്ന അഡ്മിഷൻസും യുകെയിലുള്ള സീനിയർ കെയറേഴ്സും ഹെൽത്ത് കെയർ ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ടും നിങ്ങളിൽ തന്നെ ഒരുപാട് പേര് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലിസണിങ് പ്രാക്ടീസ് നിങ്ങൾ ഇവിടെ വെച്ചാണ് എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിയർ ബൈ ഏത് OET സെന്ററിലാണ് നിങ്ങൾ ബുക്ക് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഒന്ന് നിയർ ബൈ OET എക്സാം സെന്റേഴ്സ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ OET പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ ഡേറ്റ് എടുത്ത് നോക്കി നിങ്ങളുടെ നിയർ ബൈ എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ നിയർ ബൈ സെന്റേഴ്സ് നോക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തെ പോസ്റ്റ് കോഡും ഈ എക്സാം സെന്ററിന്റെ പോസ്റ്റ് കോഡായിട്ട് വേണം സെർച്ച് ചെയ്ത് നിങ്ങളുടെ മൈൽസ് നോക്കാനായിട്ട് മനസ്സിലായോ അപ്പം കംപ്ലീറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ പോകുന്ന കാണും അല്ലാതെ വണ്ടി പിടിച്ച് പോകേണ്ട കാണും ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി തന്നെ പോകേണ്ട കാര്യം ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് കാണില്ല അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഓക്കെ അപ്പം പുതിയതായിട്ട് ഈ സീനിയർ കെയറേഴ്സിട്ട് വന്നിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ അഡ്മിഷൻസ് വരുമ്പോൾ അവർക്ക് ഒരു ഐഡിയയും കാണത്തില്ല അപ്പോൾ അവർക്ക് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈവൻ അവർക്ക് ക്ലാസ്സസ് അല്ലെങ്കിൽ അവരുടെ സെഷൻസും കാര്യങ്ങളെല്ലാം ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും കാര്യം അവർക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി ഐഡിയ കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എടുത്തു പറയുന്നത് കാര്യം ബാക്കിയുള്ള സെഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി സിമിലർ ആണ് ഒരു വ്യത്യാസം കുറച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാര്യം ഇതിന്റെ മെയിൻ റീസൺ വെച്ചാൽ ഒന്നാമത് കൂടുതലും എക്സാം സെന്റേഴ്സിൽ തന്നെയും എന്തില്ല ഇത്രയും കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുട്ടികൾ വരാറില്ല മനസ്സിലായി ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും അതിനകത്ത് അപ്പോൾ അത് ഒന്നാമത്തെ റീസൺ ആണ് പക്ഷേ ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സെന്റേഴ്സിലും ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കമ്മിങ് ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള OET സെന്റർ ഏതാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ആ സെന്ററിൽ നിങ്ങളൊന്ന് ഫോൺ കോൾ ചെയ്തൊന്ന് അന്വേഷിക്കുക അവിടെ ഹെഡ്സെറ്റ് കാര്യം വളരെ തോതിൽ ചെറിയ രീതിയിലുള്ള സെന്റേഴ്സിൽ മാത്രം ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് ചില എക്സാംസിന്റെ ചില സമയത്ത് മാത്രം ചില സമയത്ത് കൊടുക്കാറുമില്ല ഓക്കെ അപ്പോൾ ഒന്ന് നിങ്ങൾ വിളിച്ചന്വേഷിക്കുക നമുക്ക് യാതൊരു പ്രശ്നമില്ല വിളിച്ചന്വേഷിക്കുന്നതിന് അല്ലേ അപ്പോൾ വിളിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക അവിടെ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ സ്പീക്കേഴ്സിൽ തന്നെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് പ്രൊവൈഡ് ചെയ്യുക ഓഡിയോ സിസ്റ്റം എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ച് വെക്കുക പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഇവിടെ നിങ്ങൾ യുകെയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഈ സെന്റർ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ ആ ഏരിയയിലൊന്ന് പോവുക അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നോക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടത്തേക്കുള്ള കമ്മ്യൂട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക കാര്യം നിങ്ങൾക്ക് അറിയാം രാവിലെയാണ് OET എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 8 മണിക്ക് 7:30 തന്നെ രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ നേരത്തെ പോകേണ്ടതാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുക ട്രാഫിക് കാര്യങ്ങൾ സംഭവങ്ങൾ രാവിലെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ അറിയാം 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആകെ ബിസി ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് പോയി ഏതൊക്കെ ട്രാൻസ്പോർട്ട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾ കാറിലാണ് പോകുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡ്രോപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതെല്ലാം ഒന്ന് നോക്കി വെക്കുക മനസ്സിലായി ആദ്യം ഒന്ന് പ്രിപ്പയർഡ് ആവുക കാര്യങ്ങളെല്ലാം അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സെൻറ്ററിൽ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ആ സെൻറ്റർ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ മുന്നേ തന്നെ നിങ്ങൾക്ക് പോയി എന്ത് ചെയ്യുക അഡ്വാൻസ് ആയിട്ട് അവിടെ പോയി നോക്കാം പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെക്കാം ചിലപ്പോൾ പാർക്കിംഗ് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ വീടുകളോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീടുകളുണ്ടെങ്കിൽ മുന്നേ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കാര്യം എക്സാമിൻ്റെ ഡേയിൽ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലിസ്ണിങ്ങിൻ്റെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അവർ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് എല്ലാം വിത്തൗട്ട് ഹെഡ്സെറ്റ് തന്നെ നിങ്ങൾ ചെയ്യുക അതിനനുസരിച്ച് തന്നെ അപ്പോൾ നമ്മൾ നോർമലി കുട്ടികൾ കൂടുതലും ഇവിടുത്തെ സെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം കുറേ സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ യുകെയിലുള്ള അപ്പം കാര്യം കോമൺ ആയിട്ടുള്ള സെൻറ്റേഴ്സ് ആണല്ലോ കൂടുതൽ അപ്പോൾ അവരുടെ അടുത്തെല്ലാം നമ്മൾ പറയുന്ന ഈ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് കാണില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഹെഡ്സെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ആദ്യം തൊട്ട് ഡേ 1 തൊട്ട് നിങ്ങൾ എന്ന് വരെയാണോ നിങ്ങൾ കോഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതാവട്ടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക അതില്ലാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കാനായിട്ട് ട്രൈ ചെയ്യുക കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കാര്യം നോർമലി ഇപ്പോൾ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഹെഡ്സെറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യും ഇതൊന്നും അറിയത്തുമില്ല
എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ഹെഡ്സെറ്റ് കാണത്തില്ല. ആദ്യം തുടങ്ങുന്ന ലിസ്ണിങ്ങിലാണ് മുഴുവൻ ചങ്കെടുപ്പായിരിക്കും. പിന്നെ മൊത്തത്തിൽ ആ ഒരു ലിസ്ണിങ്ങിൻ്റെ ഒരു ഫോൾട്ട് കാരണം, ആ ഒരു പ്രഷർ കാരണം, ടെൻഷൻ കാരണം ബാക്കിയുള്ള എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും, എല്ലാം കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നിങ്ങൾക്കറിയാലോ, അപ്പം ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളതെല്ലാം തലയിലിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. 3 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടതാണ്. അപ്പം നമ്മൾ എത്രത്തോളം ടെൻഷൻ ഫ്രീ ആക്കി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ആ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾ UK യിലാണ് OET എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ സെൻറ്ററിൽ ഹെഡ്സെറ്റിൻ്റെ കാര്യം മിക്കവാറും ഞാൻ പറഞ്ഞില്ല 90% സ്ഥലങ്ങളിലും ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിക്ക് വേണം പ്രാക്ടീസ് ചെയ്യാനും പോകാനുമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ www.mallunursingcouple.com നിങ്ങൾക്ക് കയറിയാൽ തന്നെ ഫസ്റ്റ് ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻക്വയർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ എൻക്വയർ നൗ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺടാക്ടസ് പേജിലോട്ട് പോകും. അപ്പോൾ കോൺടാക്ടസ് പേജിൽ നിങ്ങളുടെ ഇപ്പോൾ ഡൗട്ട് നിങ്ങളുടെ OET ക്ലാസ്സിന് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ CBTയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാവട്ടെ, OSCEയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാവട്ടെ, വേറെ എന്തെങ്കിലും ക്വയറി ആവട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ കാണാം. പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ദെൻ താഴെ ഇവിടെ നിങ്ങൾ വന്ന് നിങ്ങൾ സബ്ജക്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ OET, CBT, OSCE, കൊളാബറേറ്റ് വിത്ത് us അല്ലെങ്കിൽ ജോയിൻ വിത്ത് us എന്നുള്ള ഓപ്ഷൻസ് കാണാം. നിങ്ങൾ OET സെഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് OET സെലക്ട്. അപ്പോൾ നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ടോപ്പിക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ എൻക്വയറിയോ അല്ലെങ്കിൽ കൺസേൺസോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈവൻ നമ്മളുമായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ മെൻറ്ററായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്, നിങ്ങൾക്ക് OET അല്ലെങ്കിൽ CBTയുടെ OSCEയുടെ ഒക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ വിത്ത് us എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പം ഏതാണോ നിങ്ങളുടെ എൻക്വയറി, ഇപ്പോൾ OET ആവട്ടെ, CBT ആവട്ടെ, OSCE ആവട്ടെ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ OET ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, നേരെ നമ്മുടെ സബ്ജക്റ്റിൽ OET നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ അതിനുശേഷം നിങ്ങളുടെ മെസ്സേജിനകത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ എൻക്വയറി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ എൻക്വയറി ഇപ്പോൾ നിങ്ങൾ കോഴ്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ കോഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യുക, മെസ്സേജ് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൺട്രി കോഡും ഇമെയിൽ IDയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏറ്റവും താഴെ വന്ന് അതിനുശേഷം നിങ്ങൾ സെൻഡ് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സംഭവം നമ്മുടെ ഇമെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ അഡ്മിൻ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തന്നെ നിങ്ങളുടെ എൻക്വയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ മെയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പറിനാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇനി അതൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മെസ്സേജസും കാര്യങ്ങളും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പിൻ്റെ, ഇനി അല്ലാതെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള കോമൺ എൻക്വയറിയോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ തന്നെ ടെലഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഐക്കൺസ് ഉണ്ട്, നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് റീഡയറക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ജെനുവിൻ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് തന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഓരോന്നിൻ്റെ കാര്യങ്ങൾ OET ആവട്ടെ, ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇനി അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പേജായിട്ട് മല്ലു നഴ്സിംഗ് കപ്പിൾ അൺപ്ലഗ്ഡ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ഫോളോ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്സൈഡ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മിസ് ചെയ്യത്തില്ല എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെല്ലാം നോക്കുക, അതനുസരിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.